നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ അമ്പരപ്പിച്ചുകൊണ്ട് UAE മുന്നേറുകയാണ്. നിലവിൽ എന്തെങ്കിലും യാത്രാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കത്തക്ക വിധം ഇതിൽ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് UAE. പുതിയതായി നിർമ്മിച്ച ഫുജൈറ വിമാനത്താവളത്തിലെ റൺവേയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് അഹമ്മദ് ബിൻ സാലിഹ് അൽ ഷർഖി ആദ്യമായി റൺവേ ഉപയോഗിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ റൺവേക്ക് 3050 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുണ്ട്. വിമാനത്താവളത്തിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ റൺവേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ അന്താരാഷ്ട്ര പ്രാദേശിക മാനദണ്ഡങ്ങളും പാലിച്ച ശേഷമാണ് ഫുജൈറ വിമാനത്താവളത്തിലെ പുതിയ റൺവേക്ക് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രവർത്തനാനുമതി നൽകിയത്. UAEയുടെ 51ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്ന് പുതിയ റൺവേയുടെ ഓപ്പറേറ്റിംഗ് ലൈസൻസ് ഫുജൈറ എയർപോർട്ട് കരസ്ഥമാക്കി കഴിഞ്ഞു. കൂടുതൽ വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഫുജൈറ എയർപോർട്ട് ഡയറക്ടർ ജനറൽ ഇസ്മായിൽ അൽ ബലൂഷി പറഞ്ഞു. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും UAEയുടെ GCAയും അംഗീകരിച്ച എല്ലാ മാനദണ്ഡങ്ങൾക്കും അനുസൃതമായാണ് റൺവേ സജ്ജീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിനായി അന്തരിച്ച മുൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ 66 കോടി ദിർഹം അനുവദിച്ചിരുന്നു. നിലവിൽ പ്രവാസികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പുതിയ റൺവേ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇതിനൊരു പരിഹാരമായി തീരും. അതേസമയം സൗദിയിലും പുതിയൊരു വിമാനത്താവളം കൂടി വരാനുള്ള ഒരുക്കത്തിലാണ്. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് റിയാദിലാണ് നമ്മുടെ പുതിയ വിമാനത്താവളം വരുന്നത്. ഈ വിമാനത്താവളമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്നാണ് സൗദി നിലവിൽ അവകാശപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇതിലൂടെ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് സൗദി. റിയാദ് നഗരത്തിലാണ് വിമാനത്താവളം വരുന്നത്. നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിൽ വലിയ പദ്ധതികളാണ് സൗദി ലക്ഷ്യം വയ്ക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാൻ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയും സാമ്പത്തിക വികസന സമിതി പ്രസിഡന്റും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചെയർമാനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ച വിമാനത്താവളത്തിന് 57 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരിക്കും. പുതിയ വിമാനത്താവളം വരുന്നതിലൂടെ നിലവിലുള്ള വിമാനത്താവളത്തിന്റെ പേര് മാറ്റും. ടെർമിനലുകൾ കിങ് ഖാലിദ് ടെർമിനലുകൾ എന്നായിരിക്കും ഇനി അറിയപ്പെടുക. 6 റൺവേകളാണ് കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുക. ലോകം തന്നെ ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ഒരു വിമാനത്താവളം നിർമ്മിച്ചെടുക്കുക എന്നതാണ് സൗദി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.